കണ്ണൂർ കോർപ്പറേഷനിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ നീക്കങ്ങളുമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി മാറാൻ വേണ്ടി പോകുന്നത് പി കെ രാഗേഷ് എന്ന് പറഞ്ഞ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായിട്ട് മത്സരരംഗത്തുള്ള പി കെ രാഗേഷാണ്. പി കെ രാഗേഷിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഏകദേശം 12 പേർ ഈ 12 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ പി കെ രാഗേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എങ്ങനെയാണ് നമ്മളൊരു നീക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 റൗണ്ട് എല്ലാ വീടുകളും വളരെ കൃത്യമായി നമ്മുടെ സ്ക്വാഡ് കയറി ഇറങ്ങി. ഇന്നത്തെ ദിവസം നിശബ്ദമായി ഞാൻ ഉൾപ്പെടെ എല്ലാവരും പല ഭാഗങ്ങളായി തിരിഞ്ഞു വ്യക്തിപരമായി മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഘട്ടത്തിൽ നമ്മളൊരു വിലയിരുത്തൽ ഇപ്പോൾ എങ്ങനെയാണ്? 12 ഡിവിഷനാണ് നമ്മൾ നേരിട്ട് മത്സരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് നമ്മളെ 4-5 സ്ഥാനാർത്ഥികൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജയിച്ചു കയറുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ സ്ഥലത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം LDF-നും UDF-നും അതുപോലെ തന്നെ BJP-ക്കും ഉൾപ്പെടെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ വാർഡുകളിലൊക്കെ വളരെ ശുഭകരമായി തന്നെ ഇത് പര്യവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ 4-5 ഡിവിഷൻ പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഈ 12 ഡിവിഷനുകളുടെ കാര്യത്തിനകത്ത് നമ്മൾ ഒരു ജയപരാജയം നിർണ്ണയിക്കുന്ന ഘടകമായിട്ട് തീർച്ചയായും മാറും എന്നുള്ളത് അത് തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെ മാറും. നമ്മളതാ ഞാൻ പറഞ്ഞത്, 3 കക്ഷികൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ആര് ജയിച്ചു വരണമെന്ന് നിർണ്ണയിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മൾ തുടരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങൾ വികസനത്തെയും അതോടൊപ്പം തന്നെ നെഞ്ചോട് ചേർത്തിരിക്കുന്നത് അഴിമതി വിരുദ്ധമായി ജനങ്ങൾ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥ കണ്ണൂരിൽ ഉണ്ടാവണമെന്ന് ജനത ആഗ്രഹിക്കുന്നു എന്നതാണ് നമ്മൾ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ അത് നമ്മൾ അല്പം വൈകിപ്പോയി. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ വളരെയധികം താമസിച്ചു പോയി എന്നതാണ് നമ്മളെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്ന കാര്യം. ഇത് കുറച്ചുകൂടി മുൻകൂട്ടിയായിരുന്നെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഈ കൊടക്കീഴിൽ അണിചേരുന്നതിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. അത് കുറച്ച് വൈകിയതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷയം. 2015 തന്നെയാണ് ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി മുന്നിൽ കാണുന്നത്. തീർച്ചയായും 2015 ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ UDF-ന്റെ നേതാക്കന്മാർ പല പരാജയപ്പെടുന്ന വാർഡുകളിലും അവരെ വിജയിപ്പിക്കുന്നതിന് പകരം പി കെ രാഗേഷിനെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ സാധിക്കും, എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം ദുരാരോപണങ്ങൾ, എന്തെല്ലാം വ്യക്തിപരമായി ക്രൂശിക്കാൻ പറ്റും, അതിനു വേണ്ടിയുള്ളൊരു വേദിയായാണ് ഈ 56-ാം വാർഡിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. UDF-ന്റെ എല്ലാ നേതാക്കന്മാരും മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഈ വീടുകളിൽ കയറി എനിക്കെതിരെയുള്ള ആരോപണങ്ങളും ദുരാരോപണങ്ങളുമാണ്. നേരിട്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, ഏത് സംവാദത്തിനും ഞാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ ആരോടെങ്കിലും മറ്റു രീതിയിൽ പെരുമാറിയതായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല അവർ പറയുന്നത്. അവൻ ജയിച്ചു കഴിഞ്ഞാൽ CPM-ന് വോട്ട് കുത്തും, CPM ആയി മാറും, CPM-ന്റെ ചാരനാണ് എന്നുള്ള രീതിയിൽ ഇന്നലെ പറഞ്ഞ അവരുടെ സ്കോഡുകളിലും അവരുടെ മുദ്രാവാക്യങ്ങളിലും കേട്ട ഇതിനൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ മറുപടി, അത് ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. 56-ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധരായ ജനങ്ങളാണ്. അവർക്ക് ഇതിൻ്റെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 55 വർഷമായി ഈ വാർഡിനകത്ത് അവരോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം പങ്കുചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ വ്യക്തിപരമായും എൻ്റെ തുറന്ന ജീവിതം അവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അവർ ആ രീതിയിൽ തന്നെ വിലയിരുത്തും. അല്ലാതെ ഇവരുടെ ഭീഷണിയും അതോടൊപ്പം തന്നെ ഇവരുടെ ദുരാരോപണങ്ങളൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടയിൽ വിലപ്പോവില്ല. വികസനമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം അഴിമതിരഹിതമായ ഒരു ഭരണമാണ് ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നിൽക്കാൻ ഞാൻ ഉണ്ടാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് 13-ാം തീയതി നമ്മൾക്കറിയാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പി കെ രാഗേഷും സംഘമുള്ളത്. ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി ഇത്തവണത്തെ 2025 കണ്ണൂർ കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി നിശ്ചയിക്കുന്ന തരത്തിലേക്കുള്ള നിർണായക ശക്തിയായി മാറും തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ രാജേഷ് വടകരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.